ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഒരുക്കും സ്വാഗതം. രജനികാന്തിന്റെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത വൻ താരനിരയുടെ തിയേറ്ററുകളിലേക്ക് എത്തിയ കൂലി ആ സിനിമയുടെ ഒരാഴ്ച തിയേറ്ററുകളിൽ പിന്നിട്ട് 8-ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ ഇന്നത്തെ ഉൾപ്പെടെയുള്ള എസ്റ്റിമേറ്റ് കേരള ട്രാക്കിംഗ് എല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യമേ കേരള ട്രാക്കിംഗിലേക്ക് വരികയാണെങ്കിൽ ഇന്നലത്തേക്കാൾ കളക്ഷൻ ഇടിവാണ് വന്നിരിക്കുന്നത്. ഇന്ന് 20 ലക്ഷത്തിൽ പരം കേരള ട്രാക്കിംഗ് ഗ്രോസ് വന്ന സിനിമയ്ക്ക് ഇന്നലെ ആകെ കേരളത്തിൽ 45 ലക്ഷം ഗ്രോസ് വന്നെങ്കിൽ ഇന്ന് 35 ലക്ഷത്തിൽ പരം ഗ്രോസ് പ്രതീക്ഷിക്കുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ ഇന്നത്തോടെ സിനിമയുടെ ആകെ കേരള ഗ്രോസ് 23 കോടി കടന്ന് 23 കോടി 30 ലക്ഷത്തിലേക്ക് എത്തപ്പെടുന്നതാണ്. 10 കോടി കേരള ഷെയർ പിന്നിട്ട കൂലി എന്ന സിനിമയ്ക്ക് കേരളത്തിൽ ഇനിയും വിജയിക്കണമെങ്കിൽ 4 കോടിയിലധികം ഷെയർ നേടിയെടുക്കണം. അതിലേക്ക് സിനിമ എത്തപ്പെടില്ലാന്ന് നേരത്തെ തന്നെ ഉറപ്പാക്കപ്പെട്ടതാണ്. തമിഴ്നാട്ടിൽ 114 കോടിയിലേറെ ഗ്രോസ് കളക്ഷൻ ഇന്നലെ വരെ നേടിയെടുത്ത സിനിമ തെലുഗു സംസ്ഥാനങ്ങളിൽ 60 കോടിയും അങ്ങനെ കേരളത്തിൽ 23 കോടിയിലധികം കളക്ഷനും പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ 10 കോടിയിൽ പരം വേൾഡ് വൈഡ് ഗ്രോസ് വന്ന സിനിമയ്ക്ക് ഇന്നും 10 കോടിയോളം വേൾഡ് വൈഡ് ഗ്രോസേ പ്രതീക്ഷിക്കുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ ഇന്നത്തോടെ 440 കോടി വേൾഡ് വൈഡ് ഗ്രോസിലേക്ക് 8 ദിവസങ്ങൾ കൊണ്ട് രജനികാന്തിന്റെ കൂലി എത്തപ്പെടുന്നതാണ്. നിലവിലെ സിനിമയുടെ കളക്ഷൻ ട്രെൻഡ് കാണുമ്പോൾ സിനിമയുടെ വിജയ സാധ്യത കുറഞ്ഞു വരികയാണല്ലോ. 300 കോടി രൂപയ്ക്ക് വേൾഡ് വൈഡ് തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിച്ച സിനിമ തിയേറ്ററുകളിൽ വിജയിക്കണമെങ്കിൽ 600 കോടിയിൽ പരം ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുക്കണം. സിനിമയുടെ റിലീസിന് മുന്നേ തന്നെ വരുന്ന വീക്കെൻഡ് വരെയുള്ള 11 ദിവസത്തെ കളക്ഷൻ വളരെ നിർണായകമാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് നോക്കിയാൽ സിനിമ തിയേറ്ററുകളിലെ പരാജയം ഉറപ്പാക്കുന്ന ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും കൂലി എന്ന സിനിമ ഇനി 500 കോടി എപ്പോൾ കടക്കുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത്. നിങ്ങൾ പ്രേക്ഷകരുടെ കൂലി പ്രതീക്ഷകൾ എന്ത്? തിയേറ്ററുകളിൽ വിജയിക്കുമോ? കാത്തിരിക്കൂ കൂടുതൽ കൂലി കളക്ഷൻ അപ്ഡേറ്റുകൾക്ക്.